ഹായ് സുഹൃത്തുക്കളെ ചങ്കള. അപ്പോൾ നമ്മൾ ഇന്നുള്ളതേ ഞങ്ങളെ നാട്ടിലൊരു ബമ്പൻ തുറയാണ് കേട്ടോ, സമൂഹ നോമ്പ് തുറ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഉള്ള ഫുള്ള് ജനങ്ങളും കേട്ടോ, ജാതി മതഭേദമന്യേ എല്ലാവരും കൂടിയിട്ട് ഒരു ഒത്തൊരുമയോട് കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ പരിപാടി. അതായത് ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന ഈ ഒരു ഇഫ്താർ വിരുന്ന് എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടാണ് ഇവിടെ നടത്തി വരാറുള്ളത്. എല്ലാ കൊല്ലവും ഈ ഇഫ്താർ വിരുന്ന് ഇവിടെ നടത്തി വരാറുണ്ട്. അങ്ങനെ ഈ സമൂഹ നോമ്പ് തുറൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരമാവധി ഫുള്ളായിട്ടൊന്ന് കാണുക, ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. നമ്മളെ നാട്ടിൽ നടത്തുന്ന ഓരോ ഈ ഇങ്ങനത്തെ നല്ല പ്രവൃത്തികൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണാനും ഒന്ന് വിലയിരുത്താനൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ ഓരോ പരിപാടിക്കും അതിൻ്റെ ഒരു വിജയം കിടക്കുന്നത് നമ്മളെ നാട്ടിലുള്ള യുവാക്കളെ ഒരു ഒത്തൊരുമയാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ആ കൂട്ടായ്മ, ഒരുമിച്ചുള്ള പ്രവർത്തനം, അത് ഒരു വൻ വിജയത്തിലേക്ക് എത്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരുടെയും ഓരോ പ്രവർത്തനങ്ങൾ. അവർക്ക് തന്നെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവൂല. ഇവിടെ ഒരു ഭാഗത്ത് ബിരിയാണീൻ്റെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളത്തിൻ്റെയും ജ്യൂസിൻ്റെയും അങ്ങനെ ഫ്രൂട്ട്സ് കട്ടിങ്ങും അങ്ങനെ ഫുൾ ആക്റ്റീവായിട്ടാണ് നമ്മളെ ചെറുപ്പക്കാർ ഇതിലിങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പം ബിരിയാണീൻ്റെ പരിപാടി ഇവിടെ തകൃതിയായി നടക്കുകയാണ്. എല്ലാവരും ഒന്ന് വിഷമിപ്പിച്ച കാര്യം, ഇന്ന് മഴൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇടിയായിട്ടും മിന്നായിട്ടും അങ്ങനെ മഴൻ്റെ ലക്ഷണങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും തുറക്കുന്ന ടൈമിന് ചെറുതായിട്ടൊന്ന് പെയ്ത് തീർന്നെങ്കിലും അൽഹംദുലില്ലാ അതിമനോഹരമായിട്ട് തന്നെ നമ്മളെ പരിപാടി വിജയിച്ചു. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ട്, ഇതിലേക്കൊക്കെ സഹായിച്ചവരൊക്കെ ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചങ്കള, അപ്പോൾ നമുക്ക് നേരെ എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകട്ടോ. കാരണം വീഡിയോയിൽ ഇനി കൂടുതലായിട്ടൊന്നും പറയണില്ല. അപ്പോൾ ബിരിയാണി ദമ്മിടലായിട്ടും നോമ്പ് തുറൻ്റെ ഓരോ വിഭവങ്ങളും അങ്ങനെ അതിൻ്റെ ഓരോ കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരെ വീഡിയോ. CPS